നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളെ ഇനിയും കണ്ടെത്താൻ കഴിയാത്തത്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയാണ് എങ്കിൽ പോലും ഇവരെ ഇനിയും കണ്ടുകിട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യാപകമായ തോതിലുള്ള പ്രതിഷേധത്തിനും മറ്റും വഴിവെച്ചിരുന്നു. കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ ഇത്തരത്തിൽ കടലിൽ പോയി കാണാതായ ഗൗതം കൃഷ്ണയുടെ കുടുംബം തന്നെ, അമ്മ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രതിഷേധവും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ നേവിയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘമാണ് ഇവരെ തിരയുന്നതിനായി നേതൃത്വം വഹിക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ ഡോണിയർ വിമാനങ്ങൾ കടലിൻ്റെ മുകളിലൂടെയൊക്കെ തന്നെ താണു പറന്ന് നിരീക്ഷണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് നേവിയുടെ സേവനം ഇതിനായി ലഭിച്ചത്. നേവിയുടെ സേവനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയാണ് ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അതായത് നേവിയുടെ ഹെലികോപ്റ്ററുകൾക്ക് ഈ സ്ഥലത്ത് എത്തണമെങ്കിൽ, കൊല്ലത്ത് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ അവിടെ ഹെലിപ്പാഡ് ആവശ്യമാണ്. നേവിയുടെ നമുക്കറിയാം വലിയ ഹെലികോപ്റ്ററുകളാണ്, എല്ലാ ആധുനിക സംവിധാനങ്ങളുള്ള ഹെലികോപ്റ്ററുകളാണ്. അവിടെ ഇത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ ഇറങ്ങാൻ വലിയ തോതിലുള്ള ഏറ്റവും അത്യന്താധുനിക രീതിയിലുള്ള ഒരു ഹെലിപ്പാഡാണ് ആവശ്യം. എങ്ങനെയാണ് ഹെലിപ്പാഡ് നിർമ്മിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്താണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കൊല്ലം ജില്ലാ കളക്ടറും ഇക്കാര്യത്തിൽ അമൃതാനന്ദമയി മഠത്തിൻ്റെ സേവനം ആവശ്യപ്പെട്ടത്. അവിടെ ഒരൊറ്റ രാത്രി കൊണ്ടാണ് അമൃതാനന്ദമയി മഠത്തിലെ ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ഒരു ഹെലിപ്പാഡ് തീർത്തത്. ഇത്തരത്തിലുള്ള സഹായം സർക്കാർ തന്നെ ആവശ്യപ്പെട്ടപ്പോൾ മാതാ അമൃതാനന്ദമയി ദേവി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ വളരെ സജീവമായി മുന്നിട്ടിറങ്ങിയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ആധുനിക സംവിധാനമുള്ള ഹെലിപ്പാഡ് നിർമ്മിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് നമുക്കറിയാം. അവിടുത്തെ മുഴുവൻ വാഹനങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇൻ്റർലോക്ക് ഉൾപ്പെടെയുള്ള സിമൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഇതിനാവശ്യമായ സാധന സാമഗ്രികളും എത്തിച്ചത്. അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇത്തരത്തിലുള്ളൊരു അത്യന്താധുനിക ഹെലിപ്പാഡ് ഇവർ നിർമ്മിച്ചത്. അവിടെയുള്ള സാങ്കേതിക വിദഗ്ധരും സന്നദ്ധ പ്രവർത്തകരും ജീവനക്കാരും എല്ലാം തന്നെ ഒരു രാത്രി മുഴുവൻ, അതായത് ശനിയാഴ്ച രാത്രി വൈകിട്ടാണ് അവർക്ക് ഈ വിവരം ലഭിക്കുന്നത്. പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട് രാവിലെ 10 മണിയോടുകൂടി, ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി അവർ ഹെലിപ്പാഡിൻ്റെ നിർമ്മാണം തീർത്തത് നേവിക്ക് കൈമാറുകയായിരുന്നു. ശരിക്കും കേരളത്തിലെ ഒരു ആത്മീയ സ്ഥാപനം, ഒരുപക്ഷെ ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച അമൃതാനന്ദമയി മഠം എന്ന വലിയ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അഭിമാനകരമായ നേട്ടമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എപ്പോഴും ആത്മീയ മേഖല എന്ന് പറയുന്നത് മനുഷ്യനെ സഹായിക്കാനും സ്നേഹിക്കാനും ഒരുമിച്ച് നിർത്താനും വേണ്ടിയുള്ളതാണെന്ന് പലതവണ നേരത്തെ തെളിയിച്ചിട്ടുള്ള അമൃതാനന്ദമയി മഠത്തെ സംബന്ധിച്ചിടത്തോളം കടലിൽ പോയ ആളുകളെ തിരികെ കൊണ്ടുവരിക, അവരെ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എല്ലാം മനുഷ്യജീവനുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇത്രയും വലിയ സംവിധാനം ഒരു രാത്രി കൊണ്ട് പണി തീർക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. പക്ഷേ അസാധ്യമായതിനെ ഇവിടെ അവർ സാധ്യമാക്കുകയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളൊരു കാര്യമുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് പിണറായി സർക്കാരോട് ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ ആദരണീയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനത്തിനായി എത്തിയപ്പോൾ അവർക്കായി ഒരുക്കിയ ഹെലിപ്പാഡിൽ ആ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയപ്പോൾ പിന്നീട് ഹെലികോപ്റ്റർ താണുപോയതും ഉള്ളിൽ അതിനെ വലിച്ചു നീക്കേണ്ടി വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് സർക്കാരാണ് അതിനുള്ള സംവിധാനം ഒരുക്കിയതെന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഇവിടെ ഒരു സന്നദ്ധ സംഘടന, ഒരു ആത്മീയ പ്രസ്ഥാനമാണ് ഇത്തരത്തിലുള്ള ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു മനുഷ്യജീവന് വേണ്ടി എന്തുമാത്രം അവർ റിസ്ക് എടുത്താണ് ഈ ഒരു നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നുള്ള കാര്യം നമ്മളേവരും ഓർക്കേണ്ടതാണ്. അമൃതാനന്ദമയി മഠത്തെ അനുകൂലിക്കുന്നവരുണ്ടാകും, വിമർശിക്കുന്നവരുണ്ടാകും. പക്ഷേ ആര് നല്ല കാര്യം ചെയ്താലും അതിനെ അഭിനന്ദിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ഹെലിപ്പാഡ്, അതും ആധുനിക സംവിധാനങ്ങളുള്ള, സാധാരണ ഇതിൽ ചെറിയ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് വേണ്ടി വലിയ ഹെലിപ്പാഡിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും നേവിയുടെ ഹെലികോപ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സംവിധാനങ്ങളുള്ള വലിയ ഹെലികോപ്റ്ററുകളാണ്. അവയ്ക്ക് ഇറങ്ങണമെങ്കിൽ സാധാരണ ഹെലികോപ്റ്റർ പോരാ. പക്ഷേ അടിയന്തരമായി ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ള ആ ഒരു വലിയ വെല്ലുവിളി അവർ ഏതായാലും ഏറ്റെടുക്കുകയും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ മറ്റ് സന്നദ്ധ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഇത് കണ്ട് പഠിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം അത്രത്തോളം വലിയൊരു സേവനമാണ് ഒരു രാത്രി കൊണ്ട് ഈ ഹെലിപ്പാഡ് നിർമ്മിക്കുന്നതിലൂടെ അവർ ചെയ്തത്.